ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വിരുന്ന് വന്നതാട്ടോ. തലേന്നേ വന്നോണ്ട് തന്നെ രാവിലെ തന്നെ നേരത്തെ കാലത്ത് എണീക്കാൻ പറ്റി. നീറ്റ് പാടെന്നെ പല്ലൊക്കെ ആഗ്രഹിക്കാത്ത ആരാളുള്ളത് അല്ലേ? എന്നാൽ പിന്നെ നമ്മളെ ഈ ഷൂട്ടിൻ്റെയും സാധനത്തിൻ്റെയും പല്ലങ്ങോട്ട് തേച്ച് കൊടുക്കാമെന്നിട്ട് വിചാരിച്ച്. പല്ലില്ലെങ്കിൽ എന്താ, നമ്മൾ മോണമ്മാവനെ മനസ്സ് ധ്യാനിച്ച് അങ്ങോട്ട് തേക്കാൻ തുടങ്ങി. പല്ലില്ല എന്നൊന്നും പറയണ്ട, നമ്മളെ ഷൂട്ടിക്ക് ഒരു കുഞ്ഞ് കീരി പല്ലൊക്കെ വന്നിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇച്ചാനു പല്ലില്ലാത്ത എൻ്റെ പല്ലെന്തിനാ അമ്മ തേക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ നാട്ടുനടപ്പാണ് മോനെ എന്നങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. അതൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഷൂട്ടാണെങ്കിലോ ഏത് പാട്ടായിട്ടാലും തുള്ളാൻ തുടങ്ങും. ഓളെ ഫേവറേറ്റ് പാട്ടായ ആടാടിട്ടെടുത്ത് തന്നെ താത്ത ഓളതും കേട്ട് തുള്ളി കളിക്കാട്ടാവോ. ആട്ടും പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർക്കണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായല്ലോ എന്ന്. അങ്ങനെ നമ്മളെ ഇഷുമുക്കും ഇജാനുവിനും ഓരോ കഷ്ണം ചപ്പാത്തി കൊടുത്തിട്ടോ. അതവർ കഴിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ നിലത്ത് കളയുന്നുണ്ട്. എന്നാലും അവർക്കും കുറച്ച് സമയം പോയി, നമുക്കും സമയം കുറച്ച് പോയി. വിരുന്ന് എന്നാൽ പിന്നെ ഇങ്ങനെ തിന്ന് തരിക്കല്ലോ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ഈ ഷൂട്ടിനെ പറഞ്ഞു, എന്നാൽ ഈ തീറ്റയൊക്കെ ഉണ്ട് നിർത്തിക്കാള്, നമുക്ക് കുറച്ച് നേരം കളിക്കാന്ന്. അതിൻ്റെ ഇടയിൽ നമ്മളെ ഇച്ചാനാണെങ്കിൽ ഒരു പൂച്ചോർക്ക് ഉറങ്ങുകയും ചെയ്തിന് കേട്ടോ. ചില സമയത്ത് നമ്മളെ ഷൂട്ടിക്കാണെങ്കിലും ഒരു കിളി പോയ അവസ്ഥയാണ്. കാരണം എന്താ, ഉറക്കത്ര വന്നാലും ഉറങ്ങൂല, എവിടെ പോയാൽ ഉറങ്ങാലോ ഒക്കെ ഫല്ലാക്കപ്പെട്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഓൾ ഉറങ്ങാതെ എത്ര നേരം വേണമെങ്കിലും പിടിച്ചിക്കും. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഓളെ മുഖം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. രണ്ട് കുറുമ്പന്മാർ അപ്പുറത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ടിട്ട് ഞാൻ കുറച്ച് നേരം നോക്കി നിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കൽ കുറച്ച് കുറവാണ്. ഞാൻ പറഞ്ഞത് ആ അക്കറ്റത്തുള്ള സിൽക്കാക്കനി ഇൽക്കാക്കനി കേട്ടോ. ഫുഡൊക്കെ കൊടുത്ത് നമ്മളെ പത്തനെയും കാക്കനെയും നമ്മളാണ്ട് ഉറക്കിട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഓരിതാ ഇങ്ങനെ ആവും. നമ്മൾ ഉറക്കിടാങ്കാട്ടി സ്പീഡിൽ ഓരോ നീച്ചിക്കണം കേട്ടോ. അത്രേ ഉറക്കുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കളിക്കുന്ന പുറപ്പാടിലായി. നമ്മളെ ഇൽക്കാക്കാണെങ്കിൽ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ചോറാണ് വായലുള്ളത് കേട്ടോ. ആ വായിൽ ചോറും വെച്ച് ഓൻ എവിടെ വേണമെങ്കിലും പോയി വരും. ഞാൻ ചിന്തിച്ച് ആലോചിച്ചും കുത്തിരിക്കട്ടെ എന്ന് പറഞ്ഞിക്കാണ്ട് ഓനിങ്ങനെ കുത്തിരിക്കാൻ തുടങ്ങി. എന്താണ് ആ ഇത്ര തോന്നെ ചിന്തിക്കാനുള്ളതെന്ന് ഞാനും കുറേ നേരം ഓനെ നോക്കി ആലോചിച്ച് നിന്നിട്ടാ. ആലോചിച്ച് കൂട്ടനൊക്കെ എന്താണെന്ന് ഇപ്പോഴല്ല മനസ്സിലായത്. രണ്ടാളും കൂടി ഒപ്പരം നിന്നാൽ ഭയങ്കര സ്നേഹമാണ്. അത് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് അടിയാവും. കണ്ടില്ലേ, ഒരുത്തനെ ചവിട്ടുന്നതും കാട്ടണതൊക്കെ പതിവ് കാര്യങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണത്തിൻ്റെ ഒപ്പം ഇടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇലുട്ടനും സിലുട്ടനും അവിടെ പൊരിഞ്ഞ കളിയിലാണ്. എന്തൊക്കെ കളിക്കണമെന്ന് ഓൽക്കനെ നിശ്ചയില്ല കേട്ടോ. അടിയും പിടിയൊക്കെ കഴിഞ്ഞാൽ ചാടിക്ക് അങ്ങോട്ട് പോര് കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ചാനും ഷൂമോളും അങ്ങോട്ട് പോകുന്നു കേട്ടോ. കൈമേൽ 2 ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തപ്പോൾ ഓലെ ഹാപ്പിയായി. അങ്ങനെ കുറച്ച് സോറിയും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിർന്ന് എല്ലാവരും കുറച്ച് നേരം ഓരെയും നോക്കിന്ന്, ഓര് ഞങ്ങളെയും നോക്കിന്ന്. അവിടെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിട്ടോ. പിന്നെ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം എന്താ പൂവിടണമെന്നല്ലേ? ഇത് അന്നത്തെ വീഡിയോ ആണ്. അതെ, നമ്മളെ ഓണം വെക്കേഷൻ്റെ അന്നത്തെ അതേ വീഡിയോ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ വീഡിയോ എഡിറ്റാക്കി വന്നപ്പോൾ കുറച്ചങ്ങോട്ട് നേരം വൈകിപ്പോയി. എന്നാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.